ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗ്രീൻ ട്രീ പൈത്തനെ കുറിച്ചാണ്. മനോഹരമായ പച്ച നിറത്തിൽ തിളങ്ങുന്ന ഒരു എക്സോട്ടിക് പാമ്പാണ് ഗ്രീൻ ട്രീ പൈത്തൻ. മിക്കവാറും മരച്ചില്ലകളിൽ തങ്ങുന്ന ആർബോറൽ സ്പീഷീസാണിവ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയും പെരുമയും ഏറെ പ്രധാനമാണ്. ഗ്രീൻ ട്രീ പൈത്തൻ പേര് പോലെ തന്നെ ഇവയ്ക്ക് പച്ച നിറമാണ്. എന്നാൽ ചെറുപ്രായത്തിൽ ഇവയ്ക്ക് മഞ്ഞയും ചിലപ്പോൾ ചുവപ്പും നിറമായിരിക്കും. വളർന്നു വരുന്നതിനനുസരിച്ച് ശരീരം പച്ച നിറമായി മാറും. അതാണ് ഇവയുടെ കാംഫ്ലേജ് ശക്തി. അതായത് ഈ കഴിവ് ഉപയോഗിച്ചാണ് ഇവ മരച്ചില്ലയിലും ഇലയിലുമെല്ലാം മറഞ്ഞിരിക്കുന്നത്. മൊറേലിയ ഉരിഡിസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഇവ പൈത്തനേഡ് കുടുംബത്തിൽപ്പെടുന്നു. ന്യൂജിനിയ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളാണ് ഇവയുടെ ജന്മദേശം. ഇവയുടെ ശരീരവടിവ് വളരെ സുന്ദരമാണ്. ഒരു എസ് പോലെ പിണഞ്ഞു നിൽക്കും. ഇവയുടെ ശരീര നീളം 4 അടി മുതൽ 6 അടി വരെയായിരിക്കും. തല ത്രികോണാകൃതിയിലും കണ്ണുകൾ വലുതുമായിരിക്കും. ഇവയുടെ കണ്ണുകൾക്ക് വെർട്ടിക്കൽ സ്ലിറ്റ് പ്യൂപ്പിൾസ് ആയിരിക്കും. അതായത് കണ്ണിൻ്റെ നടുവിലുള്ള കറുപ്പ് നേരായ ഒരു ചുരുള് പോലെയാണ് കാണപ്പെടുന്നത്. ഇത് ഇവയുടെ കാഴ്ചശക്തിക്ക് അത്യന്തം പ്രധാനമാണ്. അതായത് ഇതുവഴി ഇവയ്ക്ക് നല്ല വെളിച്ചത്തിലും ഇരുട്ടിലും സൂക്ഷ്മമായി ഇര പിടിക്കാൻ സാധിക്കും. ലോ ലൈറ്റ് കണ്ടീഷനിൽ ഇരയെ കണ്ടുപിടിക്കാൻ വെർട്ടിക്കൽ പൂപ്പിൾസ് വലിയ സഹായമാണ്. ഇവർ ക്ലൈംബിങ്ങിൽ വളരെ കഴിവുള്ളവരാണ്. ആർബറൽ അഡാപ്റ്റബിലിറ്റി, അതായത് മരക്കൊമ്പുകളിൽ താമസിക്കാനുള്ള കഴിവ് ഇവയുടെ പ്രത്യേകതയാണ്. ഗ്രീൻ ട്രീ പൈത്തൻ ഒരു അഗ്രസീവ് ടെമ്പറാമെൻ്റ് ഉള്ള സ്പീഷീസ് ആണെന്ന് പറയാറുണ്ട്. കയ്യിലെടുക്കുന്നതിനോട് അത്ര കോപ്പറേറ്റീവായി കാണപ്പെടാറില്ല. ഇവയെ ഒബ്സർവേഷൻ പെറ്റ്, അതായത് ഒരു വെറൈറ്റി പെറ്റിനെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കും കണ്ടിരിക്കാൻ മാത്രം വേണ്ടുന്ന പെറ്റിനെ ആഗ്രഹമുള്ളവർക്കും മാത്രം അനുയോജ്യമായ പെറ്റുകളാണിവ. അതിനാൽ ഇവയ്ക്ക് കാമായ സ്വഭാവമില്ല. കാടുകളിൽ ചെറിയ ജീവികളും പക്ഷികളുമൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ക്യാപ്റ്റീവ് ബ്രീഡിംഗ് വഴി ജനിച്ചവയ്ക്ക്, അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്നവയ്ക്ക് ഫ്രോസൺ മൈസ്, റാറ്റ്സ് മുതലായ റോഡൻ ബേസൻ ഭക്ഷണമാണ് നൽകുന്നത്. ഫ്രോസൺ ഭക്ഷണം നേരിട്ട് നൽകരുത്. അതിൻ്റെ ആയുസ് മുഴുവൻ ഉരുകി തണുപ്പ് മാറിയ ശേഷം വേണം ഇവയ്ക്ക് നൽകാൻ. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ മതിയാവും ഇവയുടെ ഫീഡിംഗ്. ഓവർ ഫീഡിംഗ് ചെയ്യുന്നത് നല്ലതല്ല. ഇവയുടെ എൻക്ലോഷർ വെർട്ടിക്കൽ രീതിയിലായിരിക്കണം. കാരണം ഇവയെ സംബന്ധിച്ചിടത്തോളം ക്ലൈംബിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്.
എൻക്ലോഷറിൽ നിറയെ ബ്രാഞ്ചസ്, വൈൻസ് തുടങ്ങിയവ വയ്ക്കണം. അതിലൂടെ പാമ്പിന് കയറി നീങ്ങാനും ചുരുണ്ടിരിക്കാനുമൊക്കെ വളരെ സൗകര്യമായിരിക്കും. സേഫ്റ്റിയും ഫീൽ ചെയ്യും. ഇവയുടെ എൻക്ലോഷറിൽ 60% മുതൽ 80% വരെ ഹ്യൂമിഡിറ്റി നിലനിർത്താം. അതുപോലെ തന്നെ കൂടുകളിലെ ടെമ്പറേച്ചറിനും ശ്രദ്ധ വേണം. ഡേ ടൈമിൽ 28°C മുതൽ 32°C വരെയും നൈറ്റ് ടൈമിൽ 24°C മുതൽ 26°C വരെയും സെറ്റ് ചെയ്യാം. വ്യത്യസ്ത ഹീറ്റ് സോൺ ഉണ്ടാകുന്നതിന് ഹീറ്റ് ലാമ്പ് അല്ലെങ്കിൽ അണ്ടർ ടാങ്ക് ഹീറ്റർ ഉപയോഗിക്കാം. പക്ഷേ ഓവർ ഹീറ്റിംഗ് ആകാതെ ശ്രദ്ധിക്കണം. ഓവർ ഹീറ്റിംഗ് പാമ്പിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. ഇവയുടെ കൂടുകളിൽ വാട്ടർ ബൗൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇത് ഇവയ്ക്ക് കുടിക്കാൻ മാത്രമല്ല കളിക്കാനും വേണ്ടിയുള്ളതാണ്. അതിനാൽ വലിയ ബൗളിൽ വാട്ടർ സെറ്റ് ചെയ്യാം. ഗ്രീൻ പൈത്തനെ ക്യാപ്റ്റിവിറ്റി ബ്രീഡ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ പരിചയസമ്പന്നരായ ബ്രീഡേഴ്സിന് ഇത് ചിലപ്പോൾ എളുപ്പമായിരിക്കാം. മീറ്റിങ്ങിനു ശേഷം ഫീമെയിൽ പൈത്തൻ സാധാരണയായി 10 മുതൽ 25 മുട്ടകൾ വരെ ഇടും. മുട്ടകൾ നല്ല രീതിയിൽ ഇൻക്യുബേറ്റ് ചെയ്യണം. മുട്ടകൾക്ക് ആവശ്യമായ ടെമ്പറേച്ചർ ഏകദേശം 30°C ആണ്. ശരിയായ ടെമ്പറേച്ചർ നിലനിർത്തിയാൽ ഏകദേശം 60 മുതൽ 70 ദിവസത്തിനകം കുഞ്ഞുങ്ങൾ പുറത്തു വരും. കുഞ്ഞുങ്ങൾക്ക് ചുവപ്പോ മഞ്ഞയോ നിറമായിരിക്കും. വളരുന്നതിനനുസരിച്ച് ഗ്രീൻ നിറമായി പതിയെ മാറി വരും. അതാണ് ഗ്രീൻ ട്രീ പൈത്തൻ്റെ ഇവല്യൂഷൻ ബ്യൂട്ടി. ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് പെറ്റായി വളർത്തുന്നവ ശരിയായ പരിചരണത്തോടെ 15 മുതൽ 20 വർഷം വരെ ജീവിക്കാം. പക്ഷേ വൈൽഡിൽ ഇത് കുറവായിരിക്കും. ഇന്ത്യയിൽ ഇവയെ വളർത്തുന്നതിന് നിയമതടസ്സമില്ല. പ്രോപ്പർ ഡോക്യുമെന്റേഷനും കസ്റ്റംസ് അനുമതിയും വേണമെന്ന് മാത്രം. ക്യാപ്റ്റീവ് ബ്രെഡ് പൈത്തനെ, അതായത് വളർത്തുന്ന പാമ്പുകൾ ബ്രീഡിംഗ് വഴി ജനിച്ച കുഞ്ഞുങ്ങളാണോ എന്ന് ഉറപ്പാക്കി വാങ്ങണം. വൈൽഡിൽ നിന്നും പിടിക്കുന്ന പാമ്പുകൾക്ക് മിക്കപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇവയെ വളർത്താൻ നിയമം അനുവദിക്കില്ല. ഇവയെ വളർത്തുമ്പോൾ റെപ്റ്റൈൽ സ്പെഷ്യലിസ്റ്റായ ഡോക്ടറുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഗ്രീൻ ട്രീ പൈത്തൻ എന്നത് ഒരു അപൂർവവും മനോഹരവുമായ പാമ്പാണ്. പക്ഷേ ഇവ ഒരിക്കലും ഒരു ബിഗിനർ ഫ്രണ്ട്ലി പെറ്റല്ല. പക്ഷേ ഇവ പെറ്റ് സ്നേക്സ് ലവേഴ്സിന് ഒരു വിഷ്വൽ ഡിലൈറ്റ് ആണെന്നതിൽ യാതൊരു സംശയവുമില്ല.
ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.